ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചിരിക്കുന്നു. അവർക്കാണ് ദുനിയാവിലും ആഖിറത്തിലുമുള്ള വിജയം. ഫലാഹ് എന്ന് പറഞ്ഞാൽ ഇരു ലോകത്തുമുള്ള വിജയമാണ്. അത് മുഅ്മിനുകൾക്കുള്ളതാണ്. ആ മുഅ്മിനുകളുടെ പ്രത്യേകത എന്താണ്? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ അവർക്ക് ഖുശൂ ഉണ്ടായിരിക്കും, ഭക്തിസാന്ദ്രമായിരിക്കും അവരുടെ നമസ്കാരം. ഖുശൂ എന്നുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള പ്രകടനങ്ങളല്ല, അത് ഹൃദയത്തിലാണ്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു എപ്പോഴും കാപട്യത്തിൻ്റെ നിഫാക്കിനെ സൂക്ഷിക്കാൻ പറയുമായിരുന്നു. നമ്മളൊരു ഖുശൂ ഉണ്ടാക്കിയെടുക്കുക, നിസ്കാരത്തിൽ പ്രത്യേകമായ പ്രകടനങ്ങൾ, പ്രത്യേകമായ ചേഷ്ടകൾ, ഷോൾഡർ കുലുക്കി തല ചലിപ്പിച്ചുകൊണ്ട് ഞാനൊരു ഖുശൂ ഉള്ള ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള പ്രകടനങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല പറയാറുണ്ട്. ഖുശൂ നിഫാക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം. അത് കേട്ട ആളുകൾ ചോദിച്ചു, എന്താണ് ആ കാപട്യത്തിൻ്റെ ഖുശൂ? അദ്ദേഹം മറുപടി നൽകി, അൻതറൽ ജസദ ഖാശിഅൻ വൽ ഖൽബു ലൈസ ബിഖാശിഅ. അവൻ്റെ ശരീരം കണ്ടാൽ, അവൻ്റെ രൂപം കണ്ടാൽ, നമസ്കാരം കണ്ടു കഴിഞ്ഞാൽ നല്ല ഖുശൂ ഉള്ളതായി തോന്നും. തല ചലിപ്പിക്കുന്നുണ്ട്, ഷോൾഡർ ചലിപ്പിക്കുന്നുണ്ട്, അങ്ങനെ പല പ്രകടനങ്ങൾ അവൻ്റെ നമസ്കാരത്തിൽ കാണാൻ കഴിയുന്നു. എന്നാൽ ഹൃദയത്തിലേക്ക് ഖുശൂ വന്നിട്ടില്ല. ഹൃദയത്തിൽ ഖുർആനുമായോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുമായോ യാതൊരുവിധ ബന്ധവും അവൻ്റെ ഹൃദയത്തിനില്ല. അവൻ്റെ ശരീരം ഖുശൂഇനെ പ്രകടമാക്കുന്നു. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് അദ്ദേഹം കാന യുക്റഹ് അൻ യുറ റജുൽ മിനൽ ഖുശൂ അക്സറ മിമ്മാ ഫീ ഖൽബിഹി, ഒരാളുടെ ഹൃദയത്തിലുള്ളതിനേക്കാൾ ഖുശൂഇനെ പ്രകടമാക്കുന്നതിനെ അദ്ദേഹം വെറുക്കുമായിരുന്നു. ഹൃദയത്തിൽ ഖുശൂ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ കണ്ണ് നനയും, അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ അവയവങ്ങളിൽ ചില പ്രകടനങ്ങൾ ഉണ്ടാകും. പക്ഷെ ഹൃദയത്തിലുള്ളതിനപ്പുറത്ത് പ്രകടിപ്പിക്കുന്ന രീതി അദ്ദേഹം വെറുത്തു. നമസ്കാരത്തിൽ ചില ചലനങ്ങൾ നടത്തിയിരുന്ന, ഷോൾഡർ ചലിപ്പിച്ചിരുന്ന, തലയാട്ടിയിരുന്ന ആളെ അദ്ദേഹം വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ഫുലാൻ, ഓ മനുഷ്യ, നീ മനസ്സിലാക്ക്, അൽ ഖുശൂ ഹ ഉന വ അഷാറ ഇലാ സദരി, നെഞ്ചിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഖുശൂ ഉള്ളത് നിൻ്റെ ഹൃദയത്തിലാണ്, നിൻ്റെ ചുമലിലല്ല, നിൻ്റെ തലയിലല്ല. തല കൊണ്ടുള്ള ആട്ടലോ ചുമല കൊണ്ടുള്ള ഏതെങ്കിലും ചലനങ്ങളോ അതൊന്നുമല്ല ഖുശൂ, അത് നിൻ്റെ ഹൃദയത്തിലാണ് എന്ന് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് ഉപദേശിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഖുശൂ ഉണ്ടാക്കാനുള്ള ചില മാർഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ മനസ്സിലാക്കി. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞ വിഷയമാണ് നമസ്കരിക്കുന്ന വ്യക്തി ഒരു സുത്ര, ഒരു മറ സ്വീകരിക്കുക. ജമാഅത്ത് നമസ്കാരമാണെങ്കിൽ ഇമാമിന് സുത്ര മതി, ഇമാമിന് മറ മതി. അല്ല, ഒറ്റക്കൊരാൾ നമസ്കരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുത്രയുടെ വിഷയത്തിൽ പറഞ്ഞു, ലാ തുസല്ലി ഇല്ലാ ബി സുത്ര, ഒരു സുത്ര വെച്ചുകൊണ്ടല്ലാതെ, മുന്നിൽ ഒരു മറ വെച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ നമസ്കരിക്കരുത്. ഇദാ സ്വല്ല അഹദുക്കും ഇലാ സുത്രത്തിൻ ഫൽയദ്നു മിൻഹാ, അപ്പോൾ മുന്നിലൊരു മറ സ്വീകരിക്കണം. സുജൂദ് ചെയ്യുന്നതിന് മുന്നിൽ ഒരു മുഴം വലിപ്പമുള്ള എന്തെങ്കിലും ഒന്ന് ഒരു മറയായി സ്വീകരിച്ചുകൊണ്ടാണ് നമസ്കരിക്കേണ്ടത്. നേരെ കൈകെട്ടി നിസ്കരിക്കുക, മുന്നിലൊരു മറയോ ഒന്നുമില്ലാതെ ആ നമസ്കരിക്കുന്ന രീതിയല്ല. അത് നമ്മുടെ ഖുശൂഇനെ ബാധിക്കും. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, നമസ്കരിക്കുന്ന വ്യക്തി മുന്നിൽ ഒരു മറ സ്വീകരിക്കുക എന്നുള്ളത്, അതൊരു ചെയറാകാം, ഇനി ഉയരമുള്ള മറ്റെന്തെങ്കിലും വസ്തുവാകാം. അല്ല, ഒരാൾ മുന്നിൽ ഇരിക്കുന്നുണ്ട്, ആ ഇരിക്കുന്ന വ്യക്തിയെ വേണമെങ്കിൽ മറയായി സ്വീകരിച്ചുകൊണ്ട് നമസ്കരിക്കാം. ഒരു തൂണുണ്ട്, ആ തൂണിനെ നമുക്ക് മറയായി സ്വീകരിക്കാം. സൊഫിൻ്റെ വര അത് സുത്രയല്ല. കാർപ്പറ്റിൽ ഓരോ സൊഫിനും വര വെച്ചിട്ടുണ്ടായിരിക്കും, അത് സുത്രയല്ല, അത് മറയല്ല. ഒരു ഉയരമുള്ള, ഒരു മുഴമെങ്കിലും ഉയരമുള്ള എന്തെങ്കിലും ഒന്ന്, അതാണ് മറയായി സ്വീകരിക്കേണ്ടത്. ആ മറ സ്വീകരിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന രീതി പണ്ഡിതന്മാർ പറഞ്ഞു സുന്നത്തുൻ മുഅക്കദ, ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത പ്രബലമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ്. ഇപ്പം നേരെ അങ്ങോട്ട് വന്ന് എവിടെയെങ്കിലും നിന്ന് നമസ്കരിക്കുക എന്നതല്ല, നമസ്കരിക്കുന്നതിന് മുമ്പ് മുന്നിലൊരു സുത്ര സ്വീകരിക്കണം. അത് നമസ്കാരത്തിൽ ഖുശൂ ലഭിക്കാനുള്ള കാരണമാണ്. അതുപോലെ തന്നെ അത്തൻവീഉ ഫി സുവർ വൽ ആയാത്ത് വൽ അദ്കാർ വൽ അദ്ഇയ ഫി സ്വലാ, നമസ്കാരത്തിൽ സൂറത്തുകൾ ഓതണം, ദിക്റുകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. ഇതെപ്പോഴും
ഒരുപോലെ ചൊല്ലുക എന്ന രീതി മാറ്റി വ്യത്യസ്തങ്ങളായ സൂറത്തുകൾ, വ്യത്യസ്തങ്ങളായ ദിക്റുകൾ, വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ നിർവഹിക്കുക. പലപ്പോഴും സൂറത്തുകൾ വളരെ കുറഞ്ഞ സൂറത്തുകളാണ് പല ആളുകൾക്കും ഹിഫുളുള്ളത്. എത്ര സൂറത്ത് ഹിഫുളുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു 5 സൂറത്ത്, ഒരു 6 സൂറത്ത്, ഏറ്റവും ചെറിയ 3 ആയത്തുകളുള്ള ഒരു 3 സൂറത്തും അതുപോലത്തെ 4 ആയത്തുകളുള്ള സൂറത്ത്, അതാണ് പലരുടെയും ഹിഫ്ള്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബികളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അഖീഖിൽ നിന്ന്, മദീനയിലെ താഴ്വരയിൽ നിന്ന് നല്ല പൂഞ്ഞയുള്ള നല്ല മാംസമുള്ള 2 ഒട്ടകങ്ങളെ ലഭിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? നല്ല വിലപിടിപ്പുള്ള 2 ഒട്ടകങ്ങളെ ഓരോ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമാണോ? സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, ആരാണ് ഇഷ്ടപ്പെടാത്തത്? അവരെ സംബന്ധിച്ചിടത്തോളം അന്ന് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണത്. ഓരോ ദിവസവും നല്ല മാംസമുള്ള നല്ല വിലയുള്ള ഒട്ടകത്തെ ലഭിക്കുക എന്നുള്ളത് ആരാണ് ഇഷ്ടപ്പെടാത്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫലാ യഗ്ദു അഹദുക്കും ഇലൽ മസ്ജിദ് ഫയഅലമു ഔ യഖറഉ ആയതൈൻ മിൻ കിതാബില്ലാഹ്. എങ്കിലും മനസ്സിലാക്കുക, പ്രഭാതത്തിൽ ഒരാൾ 2 ആയത്ത് അത് പഠിക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യുന്നു അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്ന്, ഖൈറുൻ ലഹു മിൻ നാഖതൈൻ, 2 ഒട്ടകങ്ങളെ നേടുന്നതിനേക്കാൾ അവന് ഖൈർ അതാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞു, പള്ളിയിൽ നമ്മുടെ ദിക്റുകൾ കഴിഞ്ഞ് ഒരു 2 ആയത്ത് പാരായണം ചെയ്താൽ, ഒരു 2 ആയത്ത് അത് പഠിക്കാൻ പരിശ്രമിച്ചാൽ, 2 നല്ല വിലപിടിപ്പുള്ള ഒട്ടകങ്ങളെ നേടുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത് ഒരു 2 ആയത്ത് പഠിക്കുന്നതാണ്. വസലാസുൻ ഖൈറുൻ ലഹു മിൻ സലാസ്, 3 ആയത്ത് പഠിച്ചാൽ 3 ഒട്ടകങ്ങളെ നേടുന്നതിനേക്കാൾ എന്ന് പറഞ്ഞാൽ ദുനിയാവിലൊരു വലിയൊരു നിധി, ദുനിയാവിലെ വലിയൊരു സമ്പാദ്യം, ആ സമ്പാദ്യം നേടുന്നതിനേക്കാൾ ഖൈറാണ് നിങ്ങൾ നിങ്ങളുടെ പ്രഭാതത്തിൽ ഒരു 2 ആയത്ത് പാരായണം ചെയ്യുന്നത്. പല ആളുകളും എത്ര ദിവസങ്ങളായി മുസ്ഹഫ് ഒന്ന് തൊട്ടു നോക്കിയിട്ട്, ഓരോ ദിവസത്തിലും ഒരു 2 ആയത്തെങ്കിലും ഞാൻ ഓതാറുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ക്രമം അങ്ങനെയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ പ്രഭാതം ആരംഭിക്കേണ്ടത് ഒരു 2 ആയത്ത് പാരായണം ചെയ്തുകൊണ്ടാണ്, ഒരു 2 ആയത്ത് പഠിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ ദുആകൾ, വ്യത്യസ്തമായ ദുആകൾ. പലപ്പോഴും നിസ്കാരം യാന്ത്രികമാണ് പലരുടേതും. മദ്രസയിൽ അന്ന് പഠിച്ച ആ ദിക്റുകളാണ് ഇപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സന്ദർഭത്തിലും എത്രയെത്ര ദിക്റുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രാരംഭ പ്രാർത്ഥന അല്ലാഹുമ്മ ബാഇദ് ബൈനി എന്ന് തുടങ്ങുന്ന പ്രാരംഭ പ്രാർത്ഥനയുണ്ട്. വജ്ജഹ്തു വജ്ഹിയ എന്ന് തുടങ്ങുന്ന പ്രാരംഭ പ്രാർത്ഥന പലരും മദ്രസയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് എന്നാരംഭിക്കുന്ന പ്രാരംഭ പ്രാർത്ഥനയുണ്ട്. പലരും ആ വജ്ജഹ്തു അതുമാത്രമാണ് ചൊല്ലി വരുന്നത്. അതല്ല, ചെറിയ 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 പ്രാരംഭ പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതൊക്കെ നമ്മൾ ഹിഫ്ളാക്കണം. റുക്കൂയിലേക്ക് പോയി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുക്കൂയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വബിക അസ്ലംതു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും സുബ്ഹാന റബ്ബിയൽ അദീം എല്ലാ നമസ്കാരത്തിലും അത് തന്നെ. സ്വാഭാവികമായി നമസ്കാരം ഒരു യാന്ത്രികമാകും. അങ്ങനെയല്ല, ഓരോ നമസ്കാരങ്ങളിൽ വ്യത്യസ്തമായ പ്രാർത്ഥനകൾ നിർവഹിക്കുക. ഒന്നിലെ സുബ്ഹാന റബ്ബിയൽ അദീം എന്നാണ് നമ്മൾ ദുഹറിന് ചൊല്ലുന്നത് എങ്കിൽ അസ്ർ നമസ്കാരത്തിന് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. നമസ്കാരത്തിനൊരു ഉന്മേഷം ഉണ്ടാകും, നമസ്കാരത്തിനൊരു ജീവൻ ഉണ്ടാകും. വുദൂവും അങ്ങനെ തന്നെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 തവണ കൈകൾ കഴുകിയ സന്ദർഭങ്ങളുണ്ട്, 2 തവണ കൈകൾ കഴുകിയ സന്ദർഭമുണ്ട്, 1 തവണ കൈ കഴുകിയ സന്ദർഭവുമുണ്ട്. 3ഉം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെ വുദൂവും എപ്പോഴും 3 തവണയാണ്. 3 സുന്നത്താണ്. 1 തവണ മുഖം കഴുകി, 1 തവണ കൈ കഴുകി, 1 തവണ കാല് കഴുകി, അങ്ങനെ കഴുകേണ്ട ഭാഗങ്ങൾ തല 1 തവണ തടവി വുദൂ ശരിയാകും. 2ഉം 3ഉം സുന്നത്താണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 3 രീതിയും കാണിച്ചു നൽകിയിട്ടുണ്ട്.
അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ ഇടയ്ക്കൊരു 2 തവണ ഇതും എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്താണല്ലോ, പ്രവാചകൻ ചെയ്തതാണല്ലോ, ഇത്തവണ ഈ ളുഹറിന് ഞാൻ 2 തവണയാണ് കൈ കഴുകുന്നത് എന്ന് ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതും സുന്നത്താണ്. അതുപോലെ തന്നെ നമസ്കാരത്തിന് ശേഷമുള്ള ദിക്ർ എപ്പോഴും 33 തവണയാണ്. അല്ല, അവിടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യത്യസ്തമായ രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു തനവ്വു, പ്രവാചകൻ പഠിപ്പിച്ച ആ വ്യത്യസ്തമായ രീതികൾ നമ്മൾ സ്വീകരിക്കുകയാണ് എങ്കിൽ നമസ്കാരത്തിന് ഒരു ജീവനുണ്ടാകും. അതുപോലെ തന്നെ 2 സുജൂദുകൾക്കിടയിൽ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചത് അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വജ്ബുർനി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ്. അതുമാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബ്ബി ഗ്ഫിർലി എന്ന് 2 സുജൂദിനിടയിൽ പഠിപ്പിച്ചതാണ്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പോൾ ഒരു നമസ്കാരത്തിൽ റബ്ബി ഗ്ഫിർലി എന്ന് 2 സുജൂദുകൾക്കിടയിൽ നമ്മൾ ബോധപൂർവം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ നമസ്കാരത്തിന് ഒരു വ്യത്യസ്തതയുണ്ടാകും. അങ്ങനെ പരമാവധി ദുആകൾ, പരമാവധി നമസ്കാരത്തിലെ ദിക്റുകൾ പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. എത്രയോ പുസ്തകങ്ങളുണ്ട് ഈ പ്രാർത്ഥനകളൊക്കെ പഠിപ്പിക്കുന്ന, എത്രയോ ഗ്രന്ഥങ്ങൾ ഇന്ന് ലഭ്യമാണ്. പക്ഷെ പലപ്പോഴും അതൊന്ന് വായിക്കാനും അതിനൊരു സമയം കണ്ടെത്താനും ആളുകൾ തയ്യാറല്ല എന്നതാണ്. മറ്റൊരു വിഷയം സുജൂദിൽ പ്രാർത്ഥിക്കുക എന്നതാണ്. നമസ്കാരത്തിൽ സുജൂദിൽ പ്രാർത്ഥിക്കുക. ഇന്നഹു മൻ ലം യസ്അലില്ല യഗ്ദബു അലൈഹി. ഒരുത്തൻ അല്ലാഹുവിനോട് ചോദിക്കുന്നില്ല എങ്കിൽ അവനോട് അല്ലാഹുവിന് കോപമാണ്. ചോദിച്ചാൽ ഉത്തരം നൽകുന്ന റബ്ബുണ്ട്. നമ്മൾ ചോദിക്കുന്നത് ഇഷ്ടമാണ് റബ്ബിന്. ചോദിക്കാത്തവരോട് കോപമാണ് അവന്. എത്രയായി നമ്മൾ അല്ലാഹുവിനോട് പലരും പ്രാർത്ഥിച്ചിട്ട്. ദുആ ഇബാദത്താണ്. എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് റിസൾട്ട് വന്ന് ഇതാ മാരകമായ അസുഖത്തിൽ പ്രയാസത്തിലാണ് എന്ന് അറിയുമ്പോൾ അപ്പോൾ മാത്രമല്ല അല്ലാഹുവിലേക്ക് കൈകൾ നീളേണ്ടത്. ഏത് സമയത്തും അല്ലാഹുവിനോട് ചോദിക്കാൻ. വെറും രോഗവും കടവും പ്രയാസങ്ങളും മാത്രമാണോ നമുക്ക് ചോദിക്കാനുള്ളത്? നമുക്ക് സ്വർഗം ചോദിക്കണ്ടേ? നരകത്തിൽ നിന്ന് കാവലിനെ ചോദിക്കണ്ടേ? മരണത്തിനപ്പുറമുള്ള പരീക്ഷണങ്ങളെ തൊട്ട് അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കണ്ടേ? ഹിദായത്ത് അധികരിക്കാൻ നമുക്ക് ചോദിക്കണ്ടേ? അതുകൊണ്ട് തന്നെ സുജൂദിൽ അല്ലാഹുവിനോട് ചോദിക്കുക. അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബി വഹുവ സാജിദുൻ. ഒരു അബ്ദ് അല്ലാഹുവുമായി ഏറ്റവും അധികം അടുക്കുന്നത് സുജൂദിലാണ്. എന്നിട്ട് എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഫഅക്സിറുദ് ദുആ. നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കണേ സുജൂദിൽ. അപ്പോൾ സുജൂദിൽ ധാരാളമായി ദുആ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനകൾ, ചെറിയ ചെറിയ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ അറബിയോടുകൂടെ ഹിഫ്ളാക്കി അർത്ഥം മനസ്സിലാക്കി അങ്ങനെ സുജൂദിൽ, അത് ഫർളിലും സുന്നത്തിലും ധാരാളമായി അല്ലാഹുവിനോട് സുജൂദിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ഇതൊക്കെ നമസ്കാരത്തിന് കൂടുതൽ ഭക്തി നൽകുന്നതാണ്. അല്ലാഹു അങ്ങനെ നമസ്കാരം മനോഹരമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. മറ്റൊരു വിഷയം വസ്വാസിനെ അവഗണിക്കുക എന്നതാണ്. ചില ആളുകൾ വസ്വാസുള്ളവരുണ്ടാകും. വുളു എടുക്കുമ്പോൾ 4ഉം 5ഉം തവണ അവർ വുളു ചെയ്യും. അതങ്ങോട്ട് ശരിയായിട്ടില്ല എന്നൊരു തോന്നലാണ്. ഒരു മലമൂത്ര വിസർജനത്തിന് കയറിയാൽ തന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പല ആളുകളും പുറത്തേക്ക് ഇറങ്ങുക. വസ്വാസാണ്, നല്ല രൂപത്തിൽ ശുദ്ധിയായിട്ടില്ല. നിസ്കരിക്കാൻ കൈകെട്ടിയാൽ ആദ്യം കൈകെട്ടും, പിന്നെ കൈയടിക്കും, വീണ്ടും കൈകെട്ടും, പിന്നെയും കൈയടിക്കും. ഒരു 3ഉം 4ഉം തവണ അങ്ങനെ കൈകെട്ടുന്ന ആളുകൾ, നിസ്കാരത്തിൽ വസ്വാസ് ഉണ്ടാകുന്ന ആളുകൾ. വസ്വാസിനുള്ള പരിഹാരം വസ്വാസിനെ അവഗണിക്കലാണ്. വസ്വാസ് അവഗണിക്കുക എന്നതാണ് അതിലുള്ളൊരു പരിഹാരം. അതിലൊരു പ്രാർത്ഥന പറഞ്ഞു തന്നാൽ ആ പ്രാർത്ഥനയിൽ അവന് വസ്വാസ് ഉണ്ടാകും. ആ പ്രാർത്ഥന തന്നെ ചിലപ്പോൾ 4ഉം 5ഉം തവണ ചെല്ലും. നിസ്കാരത്തിൽ വസ്വാസ് ഉണ്ടെങ്കിൽ വുളു ചെയ്യുമ്പോൾ ഇത് ശരിയായിട്ടുണ്ടോ? വസ്വാസ് ഒരു രോഗമായി ഉള്ള ആളുകളാണ് എങ്കിൽ അവരതിനെ അവഗണിക്കണം. ഇനി അവൻ്റെ വുളുയിൽ വല്ല പോരായ്മകളും ഉണ്ട് എങ്കിൽ അത്തരം ആളുകൾക്ക് അള്ളാഹു അത് പുറത്തു നൽകും. അപ്പോൾ വസ്വാസ് ഉണ്ട് എങ്കിൽ അതിനെ അവഗണിക്കുന്ന ഒരു രീതി ഉണ്ടാകണം. മറ്റൊന്ന്, നമസ്കാരം ഒരു പൂർണ്ണ ഉന്മേഷത്തോടു കൂടെയാണ് നമസ്കാരം നിർവഹിക്കേണ്ടത്. ഭക്ഷണത്തിൻ്റെ സാന്നിധ്യത്തിൽ, നല്ല വിശപ്പുള്ള സമയം, മലമൂത്ര വിസർജനത്തിൻ്റെ സാഹചര്യം,
പെട്ടെന്നാണ് നിസ്കരിച്ചെന്ന മലമൂത്ര വിസർജനത്തിന് പോകാം എന്നതല്ല. മലമൂത്ര വിസർജനം കഴിഞ്ഞ് അവന് ഒരു റാഹത്തായി നമസ്കാരത്തിലേക്ക് വരണം. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നല്ല വിശപ്പുണ്ടെന്ന പെട്ടെന്ന് നിസ്കരിച്ചാൽ ഭക്ഷണം കഴിക്കാമല്ലോ എന്നതല്ല. അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കേണ്ടത് നഷാത്തോടു കൂടെയാണ്. അവിടെ ഭക്ഷണം കഴിച്ച് അവന് ഒരു നല്ല സമാധാനത്തോടുകൂടെ, നല്ല ഒരു ഉന്മേഷത്തോടുകൂടെ അങ്ങനെയാണ് നമസ്കാരത്തിലേക്ക് നിൽക്കേണ്ടത്. നല്ല ക്ഷീണമുണ്ട്, ഉറക്കമുണ്ട്, ആ ഒരു ഉറക്ക ചടവിൽ, ആ ഒരു ഉറക്കത്തൂക്കത്തിൽ അങ്ങനെയല്ല നമസ്കാരത്തിന് നിൽക്കേണ്ടത്. ഇദാ നഅസ അഹദുക്കും ഫിസ്വല ഫൽയനം ഹത്താ യഅലമ മാ യഖറ. ഒരാൾ ഉറങ്ങിത്തൂങ്ങുന്നുണ്ട്, ഒരു ചെറിയ ഉറക്കം അവനെ ബാധിക്കുന്നുണ്ട്, നമസ്കാരത്തിലാണ് അവനെങ്കിൽ അവൻ ഉറങ്ങട്ടെ. ആ ഉറങ്ങിത്തൂങ്ങിയിട്ടല്ല നിസ്കരിക്കേണ്ടത്. അവനൊന്ന് ഉറങ്ങി അവൻ പാരായണം ചെയ്യുന്നത് അവൻ അറിയുന്ന ആ ഒരു ഉന്മേഷമുള്ള അവസ്ഥയിലെത്തുമ്പോൾ അവൻ നമസ്കരിക്കട്ടെ. ഇപ്പോൾ സുബൈ നമസ്കാരത്തിനൊക്കെ ഒന്ന് കുളിച്ച് രാവിലെ ശുദ്ധിയായി ഒരു ഉന്മേഷത്തോടു കൂടെ പള്ളിയിൽ വന്ന് നിൽക്കണം. അതുപോലെ തന്നെ രാത്രി ഒരുപാട് നേരം സംസാരിച്ചിരുന്ന് ഒരുപാട് സമയം നീക്കി സുബൈ നമസ്കാരത്തിൻ്റെ സമയത്ത് ഉറങ്ങിത്തൂങ്ങുന്ന ഒരു ഉറക്കച്ചടവിൽ നമസ്കരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകരുത്. ഉറക്കം നല്ല ക്ഷീണമുള്ള സമയമാണ് എങ്കിൽ അവരൊന്ന് റെസ്റ്റ് എടുത്ത് നമസ്കാരത്തിന് വന്ന് നിൽക്കേണ്ടത് ഏറ്റവും ഉന്മേഷമുള്ള രൂപത്തിലാണ്. അതുപോലെ തന്നെ ഇദാ നഅസ അഹദുക്കും വഹുവ ഫിൽ മസ്ജിദ് ഫലിയതഖവ്വല മിൻ മജ്ലിസിഹി ദാലിക ഇലാ ഗൈരി. ജുമയിലിരിക്കുകയാണ്, ഖുതുബയുടെ സമയമാണ്, ചെറിയൊരു ഉറക്കം വരുന്നുണ്ട് എങ്കിൽ ഒന്ന് സ്ഥലം മാറിയിരിക്കുക. ഖുതുബ, ജുമഅ, നമസ്കാരം എന്നൊക്കെ പറയുന്നത് അത് വളരെ ഗൗരവമേറിയ സമയങ്ങളാണ്. സ്വാഭാവികമാണ്, ചില ആളുകൾക്ക് യാത്രാക്ഷീണം ഉണ്ടാകും, മറ്റു പ്രയാസങ്ങളുണ്ടാകും, രോഗമുണ്ടാകും. വാർദ്ധക്യമെത്തിയാൽ ചിലപ്പോൾ നമ്മുടെ നിയന്ത്രണം നമ്മുടെ കൈകളിൽ നിന്ന് പോകും. നമ്മൾ വിചാരിച്ചാലും ചിലപ്പോൾ ഉറക്കം നമ്മളെ കീഴ്പ്പെടുത്തും. അത്തരം സമയങ്ങളുണ്ട് എങ്കിൽ കുറച്ചൊന്ന് മാറിയിരുന്നാൽ, കുറച്ചൊന്ന് നീങ്ങിയിരുന്ന് കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ബോധം പോകുന്ന രൂപത്തിൽ, ഓർമ്മ പോകുന്ന രൂപത്തിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ അത് വുളൂവിനെ മുറിക്കും. വുളു മുറിക്കുന്ന കാര്യമാണ് ഉറക്കം. നമ്മുടെ ഓർമ്മ നീങ്ങുന്ന രൂപത്തിൽ അത്രയും ഗാഢമായ ഒരു ഉറക്കത്തിലേക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ അവൻ്റെ വുളു മുറിയും. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു മസലയാണ്. അതുപോലെ തന്നെ നമസ്കരിക്കുന്ന വ്യക്തി അവൻ്റെ മുന്നിൽ ശ്രദ്ധ തിരിക്കുന്ന ഒന്നും വെക്കാതിരിക്കുക. നിസ്കരിക്കുന്നവൻ്റെ മുന്നിൽ അവൻ്റെ നമസ്കാരത്തിൻ്റെ ശ്രദ്ധ പോകുന്ന രൂപത്തിലൊന്നും മുന്നിലുണ്ടാകരുത്. ഇത് കൈകെട്ടുന്നതിന് മുന്നേ ആദ്യം മൊബൈൽ വെക്കും, പിന്നെ പേഴ്സ് വെക്കും, പിന്നെ 2 ചാവി വെക്കും, പിന്നെ അവൻ്റെ കർച്ചീഫ് വെക്കും. എന്തെല്ലാം പോക്കറ്റിലുണ്ടോ ഈ സാധനം എല്ലാം മുന്നിൽ വെച്ച് എന്നിട്ടാണ് കൈകെട്ടുക. ഇത് അയാളുടെ ശ്രദ്ധ പോകുന്നില്ലെങ്കിലും തൊട്ടടുത്തുള്ള ആളുടെ ശ്രദ്ധ പോകാൻ കാരണമാകും. ഇപ്പോൾ സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവച്ച് നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. അതുപോലെ തന്നെ നമസ്കരിക്കാൻ എവിടെ നിസ്കരിക്കാം. ഒരു നിസ്കാരപ്പായ അല്ലെങ്കിൽ ഒരു മുസല്ല വേണമെന്നില്ല. ഈ ഉമ്മത്തിന് ഭൂമി മുഴുവൻ മസ്ജിദാണ്. ഭൂമിയിൽ എവിടെയും നമസ്കരിക്കാം. മക്ബറയിൽ പാടില്ല, ഒട്ടകത്തിൻ്റെ ആലയിൽ പാടില്ല, മലമൂത്ര വിസർജനം നടത്തുന്ന പ്രദേശങ്ങളിൽ അത്തരം സ്ഥലങ്ങളിൽ പാടില്ല. വേറെ എവിടെയും നമുക്ക് നമസ്കരിക്കാം. അവിടെ ഒരു വസ്വാസിൻ്റെ ആവശ്യമില്ല. നജസ് ഉണ്ടോ എന്ന് സംശയിച്ച് അല്ലേ, ചിലപ്പോൾ നമ്മൾ യാത്രക്ക് പോകുമ്പോൾ ഇന്ന സ്ഥലത്ത് നിസ്കരിക്കാമെന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയും ഇനി അവിടെ വല്ല നജസൊക്കെ ഉണ്ടെങ്കിലോ, ആ ഉണ്ടെങ്കിലോ എന്ന സംശയത്തിൻ്റെ പേരിൽ ആ സ്ഥലം നമസ്കാരത്തിന് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഉറപ്പില്ലാത്ത കാലത്തോളം അത് ശുദ്ധിയുള്ളതായിട്ടാണ് പരിഗണിക്കുക. നജസ് ഉണ്ട് എന്ന് ഉറപ്പില്ല, അവിടെ നജസൊന്നും കാണുന്നില്ല, അതിൻ്റെ അടയാളങ്ങളൊന്നുമില്ല എങ്കിൽ അവിടെ നമുക്ക് നമസ്കരിക്കാം. സംശയത്തിൻ്റെ പേരിൽ അത്തരം സ്ഥലങ്ങൾ ഒഴിവാക്കേണ്ടതില്ല. ഭൂമിയിൽ എവിടെയും നമസ്കരിക്കാം. ഏത് ഗ്രൗണ്ടിലും നമുക്ക് നമസ്കരിക്കാം, ഏത് പറമ്പിലും നമസ്കരിക്കാം, എവിടെയും നമസ്കാരം അനുവദനീയമാണ്. ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ നമസ്കരിക്കുമ്പോൾ ഒരു മുസല്ല മുന്നിൽ വേണമെന്നില്ല. മുസല്ല ഉണ്ട് എങ്കിൽ നല്ലതാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ പല മുസല്ലകളും ഒരുപാട് കൊത്തുപണികൾ, ഒരുപാട് ചിത്രപ്പണികൾ, കഅബയുടെ ചിത്രം, മസ്ജിദ് നബവിയുടെ ചിത്രം, ഒരുപാട് കള്ളികൾ, ഒരുപാട് കൊത്തുപണികൾ. എന്നിട്ട് നിസ്കാരത്തിൽ ഈ കള്ളി എണ്ണാണ്, ഈ ചിത്രം നോക്കണം, ഇതിലുള്ള എല്ലാ കള്ളിയും ഒരുപോലെയാണെന്നാണ് നിസ്കാരത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധ ശൈത്താൻ കൊണ്ടുപോകാൻ. ഒരു മുസല്ല സ്വീകരിക്കുന്നുവെങ്കിൽ അതൊരു പ്ലെയിനായി നമ്മുടെ ഒരു ശ്രദ്ധ തിരിയാത്ത രൂപത്തിൽ, ശ്രദ്ധ മാറിപ്പോകാത്ത രൂപത്തിൽ അങ്ങനെയുള്ള ഒരു മുസല്ല മുന്നിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പായ മുന്നിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കുക. ഇനി അതല്ല കുറേ കൊത്തുപണികളും കുറേ ചിത്രങ്ങളും നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന ഒന്നാണ് എങ്കിൽ അത് വേണമെന്നില്ല. ശുദ്ധിയുള്ള പ്രതലത്തിൽ നമുക്ക് നമസ്കരിക്കാം.
ഭൂമിയിൽ എവിടെയും നമുക്ക് നമസ്കരിക്കാം. ഭൂമി മുഴുവൻ ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം സുജൂദ് ചെയ്യാൻ അനുവദിച്ച ഇടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കുക. നമസ്കാരത്തിൽ ഖുശൂ പോകുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഇല്ലാതിരിക്കാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ അവനെ സൂക്ഷിച്ച് അവനെ പേടിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.